ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ടെക്ടോസ് മീഡിയയുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ വീൽ കവർ നമുക്ക് എങ്ങനെ ഒരു അലോയ് ലുക്കിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു വീഡിയോ ആണ്. അലോയ് വീലൊക്കെ വാങ്ങി റീപ്ലേസ് ചെയ്യാൻ ക്യാഷ് ഉള്ളവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് വീഡിയോ ആണ്. അപ്പോൾ സാധാരണ നമ്മൾ അതിനുവേണ്ടി ചെയ്യാറ് നമ്മൾ ഓൺലൈനിൽ അലോയ് ലുക്കുള്ള ഒരു വീൽ കവർ അല്ലെങ്കിൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ അങ്ങനെ ഒരു വീൽ കവർ വാങ്ങണം പതിവ്. അതിന് അറൗണ്ട് ഒരു 1200 നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത്. ക്വാളിറ്റി ഉള്ളതാകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ കാശ് വരും. അപ്പോൾ പുതിയത് വാങ്ങാണ്ട് നിലവിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ വീൽ കവർ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് നമുക്ക് എങ്ങനെ ഒരു അലോയ് ലുക്കിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിന് നമ്മൾ കോസ്റ്റ് വരുന്നത് ജസ്റ്റ് ഒരു 300 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വരുന്ന 300 രൂപയുടെ ചിലവ് 250 രൂപയുടെ ഒരു ബ്ലാക്ക് ഗ്ലോസി സ്പ്രേ പെയിൻറ്റ്, പിന്നെ ഒരു 50 രൂപയുടെ മാസ്കിംഗ് ടേപ്പ്. ഇത് മാത്രമാണ് നമുക്ക് ആകെ ചിലവ് വരുന്നത്. ഇതാണ് നിലവിലുള്ള നമ്മുടെ വീൽ കവർ. സിൽവർ കളറാണ്. നമുക്ക് ഇനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഇതിലെ കേബിൾ ടൈ എല്ലാം പൊട്ടിച്ച് ഈ പെയിൻറ്റ് വേണ്ടാത്ത ഭാഗത്തെല്ലാം നമ്മൾ മാസ്ക് ചെയ്യണം. ബാക്കി ആ ഗ്യാപ്പ് കാണുന്ന ഭാഗത്തൊക്കെ തുണി എന്തെങ്കിലും വെച്ച് നമ്മൾ അടയ്ക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ബ്രേക്കിൻ്റെ ഡിസ്കിലും ഡ്രമ്മിലൊക്കെ പെയിൻറ്റ് വരും. അപ്പോൾ അതൊക്കെ സേഫായിട്ട് അടയ്ക്കണം. അപ്പോൾ ഏകദേശം മാസ്ക് ഒട്ടിച്ച് വരുമ്പോൾ ഇങ്ങനെ വരും. അതിനുശേഷം നമ്മൾ ക്ലിയർ ആയിട്ട് മാസ്കിൻ ടേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം, ഏകദേശം ഇതുപോലെ. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ട ഭാഗം മാത്രം ഓപ്പണിംഗ് ആയിരിക്കും, ബാക്കിയെല്ലാം മാസ്ക് ചെയ്യണം. അത് കഴിഞ്ഞ് കാറിൻ്റെ മൊത്തം നമ്മൾ ന്യൂസ് പേപ്പർ ഒട്ടിച്ചിട്ട് വേണം ഇങ്ങനെ സ്പ്രേ പെയിൻറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പെയിൻറ്റ് കാറിൻ്റെ ബോഡിയിലേക്ക് വരും. അപ്പോൾ അത് ആദ്യം ക്ലിയർ ആയിട്ട് ചെയ്തിട്ട് വേണം ഇങ്ങനെ സ്പ്രേ ചെയ്യാനായിട്ട്. ഫുള്ള് സ്പ്രേ ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മാസ്കിങ്ങും പേപ്പറും എല്ലാം റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് എൻ്റെ ഫൈനൽ ലുക്കിലേക്ക് പോകാം. മാസ്കിങ് എല്ലാം ഇളക്കി കഴിഞ്ഞു. ആദ്യം ഉണ്ടായിരുന്നേക്കാളും നല്ലൊരു മാറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അലോയ് വീൽ അല്ലെങ്കിൽ നമുക്കൊരു അലോയ് ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീൽ കവറിൻ്റെ ഫൈനൽ ലുക്ക്. ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. താങ്ക് യു ഓൾ.